ബാക്കി വന്ന ദോശമാവ് കൊണ്ട് ഞാനും ഉണ്ടാക്കി പാനീയാഹാരം. അപ്പം ഞാനിതുവരെ ഇത് ഉണ്ടാക്കിയിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നാൽ അത് മാവ് ബാക്കി വന്നപ്പോൾ എന്നാൽ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യം എഴുതി. അപ്പം ഞാനും ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി ആ ദോശമാവ് അതിനായിട്ട് മാവ് ഉണ്ടാക്കൊന്നും വേണ്ട. ദോശമാവ് ബാക്കി ഉണ്ടാവുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇപ്പം ഇനി അതെങ്ങനെ ഉണ്ടാക്കണത് കാണണ്ടേ. ഞാൻ ആദ്യം അതിക്ക് വേണ്ട മസാല റെഡിയാക്കുകയാണ്. മസാല എന്ന് അറിയാനൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് എണ്ണയിലിട്ട് വഴറ്റുക. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അല്പം കടുകും ഒരു അല്പം ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് അതും കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പാനീയാഹാരം എന്നിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ എന്താപ്പോൾ ഈ പാനീയാഹാരം പലഹാരത്തിനാണ് ഈ പാനീയാഹാരം പറയണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നല്ലേ പാനീയാഹാരം ഇങ്ങനെ ഉണ്ണിയപ്പം പോലെ കണ്ടത്. അപ്പം എന്നാൽ ഞാൻ എപ്പോഴും വിചാരിച്ചൊന്നാണ് ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോഴാണ് ദോശമാവ് ബാക്കി വന്നത്. അപ്പം ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം അതിലേക്ക് ഞാൻ പച്ചമുളക് ചെറുതായി മുറിച്ചതും അതുപോലെ ക്യാരറ്റും ചെറുതായി മുറിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറി കുട്ടികളൊന്നും കഴിക്കാത്ത പച്ചക്കറി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലേക്ക് ഇടാം കേട്ടോ. കുറച്ച് ഇഞ്ചി പേസ്റ്റും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ വഴന്നു. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇനി നമ്മളെ ദോശൻ്റെ മാവ് രാവിലെ ഞാൻ ബാക്കി വന്നത് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. കുറേ ഒന്നുമില്ല, ഒരു അരപ്പാത്രമല്ല, കാൽപാത്രം തന്നെ ഉള്ളൂ. പിന്നെ ദോശ ചുട്ടതിൻ്റെ ബാക്കിയല്ലേ. നമ്മളതിനായിട്ട് മാവ് ഉണ്ടാക്കിയേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം. ഞാൻ പിന്നെ ഇത് നന്നാവുമോ, നമുക്ക് പറ്റുമോ, തിന്നാൻ പറ്റുമോ, കുട്ടികൾ തിന്നുമോ ഒക്കെയുള്ളൊരു പേടി ഉണ്ടായിന് കേട്ടോ. രസം ഉണ്ടാകുമോ, നമുക്ക് രസം ഉണ്ടെങ്കിൽ അധികം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുമല്ലേ, ആദ്യമായിട്ട് കഴിക്കുവാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആ വഴറ്റി വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ മസാല ഇത് ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പോൾ മാവ് ഇത് ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. അത് നന്നായിട്ട് ഇതിൽ ഒന്ന് ഇളക്കി ചേർത്ത്. ഇപ്പോൾ ഉള്ളി മസാലയൊക്കെ അതിൽ നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇതുണ്ടാക്കണത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുഴി ഉള്ള ആ ഒരു ഇതിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന അത്ര വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി എണ്ണയൊക്കെ ചൂടായിക്കണ്. ഇനി അതിലേക്ക് ആ മാവ് ഇങ്ങനെ ഓരോ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം. ഇത് ചെറിയ കുഴിയുള്ള ഇതാണ് കേട്ടോ, ഉണ്ണിയപ്പച്ചട്ടിയാണ്. അപ്പോൾ ഓരോ സ്പൂൺ തന്നെ ഒഴിച്ചാൽ തന്നെ അത് നിറയും. പിന്നെ അത് പൊന്തി വരുമ്പോൾ അത് ഫുള്ളാവും. അപ്പോൾ എല്ലാം ചൂടായിക്കണം. അപ്പോൾ എല്ലാതേക്കും മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ അടിഭാഗം ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. കാരണം നല്ല ചൂടുള്ള ചട്ടിയും കട്ടിയുള്ള ചട്ടിയല്ലേ. അപ്പോൾ ഇത് മൂടി വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതാ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കുക. പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ, ഒട്ടിയിട്ടൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടർത്തിയിട്ട് മോൾ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ ഭാഗം ഒന്നും കൂടി വെന്ത് കിട്ടിക്കോളും. കാരണം നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ. ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ ഈ മാവ് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ എണ്ണ ഒഴിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ അടിഭാഗം അതേപോലെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതെല്ലാം ഇവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം കൂടി അങ്ങനെ വെച്ചു. അപ്പോൾ എല്ലാ ഭാഗവും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പാനീയാഹാരം ഇങ്ങനെയാണ് ഉണ്ടാക്കുക. നല്ല ടേസ്റ്റുമാണ്. കാരണം കറി ഇല്ലെങ്കിലും നമുക്ക് 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ അങ്ങനെ കടിച്ച് കഴിക്കാം കേട്ടോ. കറി വേണമെന്നില്ല. ഇനി സോസോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റുമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് സോസ് ഒഴിച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കുക. മാവ് ബാക്കി വന്നാലും ഉണ്ടാക്കുക.
അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്